ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് ദ കമ്പനി എന്ന ടോപ്പിക്കാണ് പറഞ്ഞത്. നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഡോക്യുമെൻറ്റ്സ് ഓഫ് എ കമ്പനീസ്. ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനീസ്. വി ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് the major documents of a company consist of memorandum of association, articles of association and prospectus. Memorandum of association, articles of association and prospectus. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ വാട്ട് ഈസ് മെമ്മോറാണ്ടം അസോസിയേഷൻ, ഡെഫിനേഷൻ ആൻഡ് വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് ദി മെമ്മോറാണ്ടം അസോസിയേഷൻ, ക്ലോസസ്, വേരിയസ് ക്ലോസസ് ഓഫ് ദി മെമ്മോറാണ്ടം അസോസിയേഷൻ, then articles and its contents, then finally prospectus and contents of the prospectus. ഇനി ഇത് കൂടാതെ ആൾട്രേഷൻ ഓഫ് ദി മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ആൻഡ് പ്രോസ്പെക്ടസ് ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ്, ഇൻഡോർ മാനേജ്മെൻറ്റ്, മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്, അങ്ങനെയുള്ള ചെറിയ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് പോലുള്ള ചെറിയ ടോപ്പിക് കൂടി ഇതിൽ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് വാട്ട് ഈസ് മെമ്മോറാണ്ടം അസോസിയേഷൻ ആൻഡ് വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആസ് എ പാർട്ട് ഓഫ് ദി രജിസ്ട്രേഷൻ ഇറ്റ് ഈസ് കമ്പൾസറി ടു പ്രിപ്പയർ സം ഡോക്യുമെൻറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻറ്റ്സ് ബിഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ company. Here it is a most memorandum of association is one of the most important document for the registration or incorporation of a joint stock company. Okay, the memorandum of association state the relation of the company with the outsiders, or it is the fundamental conditions on which the company is incorporated. Here no company can be registered without a memorandum of association. Memorandum of association is the constitution or charter of the company which define all the conditions and object for which the company is established. അപ്പോൾ കമ്പനിയുടെ എല്ലാ ബേസിക് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഇത് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കമ്പനി ഓർ ദ വേർ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ആൻഡ് വാട്ട് ആർ ദി ഡീറ്റെയിൽസ് ഓഫ് ദി capital or the main objects of the company, and who are the subscribers to the memorandum, and all the details of the company are mentioned in its memorandum. That means by looking on to the memorandum of a company we can find out the basic purpose for which the company is established and other basic details of the company with the outsiders. Okay, and here some definitions of memorandum according to Companies Act 2013. That means section 2 subsection 56 of the Companies Act 2013. Memorandum means the memorandum of association of a company as originally framed or as altered from time to time in persons of any previous company law or of this act. Okay, അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിനെ വാട്ട് ഈസ് മെമ്മോറാണ്ടം എന്നതിനെ. അതായത് ഈ ആക്ട് പ്രകാരം നിലയിൽ വന്നിരിക്കുന്ന മെമ്മോറാണ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിനാണ് എന്ത് പറയുക, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെമ്മോറാണ്ടം മീൻസ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ആൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം. നമുക്ക് എന്ത് ചെയ്യാം, മെമ്മോറാണ്ടം ആൾട്ടർ ചെയ്യാം. മെമ്മോറാണ്ടത്തിൽ ചില ക്ലോസ് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല, ചില ക്ലോസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യാം. ഇനി ഒറിജിനലി ഫ്രെയിം ചെയ്ത മെമ്മോറാണ്ടം അല്ലെങ്കിൽ നമ്മൾ ആൾട്ടർ ചെയ്ത മെമ്മോറാണ്ടം ഇൻ പേഴ്സൺസ് ഓഫ് എനി പ്രീവിയസ് കമ്പനി ലോ ഓർ ഓഫ് ദിസ് ആക്ട്, മുമ്പ് ഉണ്ടായിരുന്ന ഏത് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം ദെൻ ഫ്രെയിം ചെയ്തിട്ടുള്ള മെമ്മോറാണ്ടത്തിനാണ് എന്താ പറയുക, മെമ്മോറാണ്ടം അസോസിയേഷൻ എന്ന് കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി അക്കോർഡിംഗ് ടു ലോർഡ് കെയ്ൻസ്, the memorandum of association of a company is the charter and defines the limitations of the powers of the company. The memorandum contains the fundamental conditions upon which along the company is allowed to incorporated. അപ്പോൾ എന്താ പറയുന്നത്, മെമ്മോറാണ്ടം is charter of the company. Memorandum of association of a company is the charter and defines the limitations of the powers of the company and the extent of the power of the operation or the extent of the operation of the company or extent of the activities that can be allowed to be done by a company specified in the memorandum of association. അല്ലേ, കമ്പനി ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മെമ്മോറാണ്ടം. അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ് അല്ലേ, ആ രീതിയിലുള്ള
സ്കോപ്പ് മെൻഷൻ ചെയ്താണ് ഇവിടെ പറയുന്നത് മെമ്മോറാണ്ടത്തിൽ സ്പെസിഫൈ ചെയ്യുന്നത്. therefore that is here it is defined as the and defines the limitation of the power of the company. then that means നമ്മൾ അതിനെ പറയാം, നമ്മൾ നെക്സ്റ്റ് ടൈം പഠിക്കാറുണ്ട് അൾട്രാ വൈസ് ടു മെമ്മോറാണ്ടം. അതായത് ഇഫ് എനി ആക്ട് ഡൺ ബിയോണ്ട് ദി പവർ ഓഫ് ദ കമ്പനി മെൻഷൻഡ് ഇൻ ദി മെമ്മോറാണ്ടം ഈസ് നോൺ ആസ് അൾട്രാ വൈസ് അല്ലേ, അതിന് പുറത്താണ്, കമ്പനിക്ക് ചെയ്യാൻ അനുമതി ഇല്ലാത്ത കാര്യങ്ങൾ കമ്പനി ചെയ്തു കഴിഞ്ഞാൽ അല്ലെ കമ്പനി ലയബിളാണ്. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തുള്ളതാണ് അത് ഡിഫൈൻ ചെയ്യുന്നതാണ് ഇവിടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. മെമ്മോറാണ്ടം കണ്ടെയ്ൻസ് ദി ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് അലൗഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മോറാണ്ടം, ജസ്റ്റ് ഒരു ടൈമായിട്ട് നോക്കാം. The Memorandum of Association is an important document in relation to the affairs of the company. It is a charter which contains the fundamental conditions upon which the company is registered. It also regulates the external affairs of the company in relation to the outsiders. There are two objects in registering the Memorandum of Association. First one is the prospective shareholders know the field in or the purpose for which their money is going to be used by the കമ്പനി അല്ലേ. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് ക്ലോസിൽ സ്പെസിഫിക് ആയിട്ടും ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആൻഡ് അതർ ഡീറ്റെയിൽസ് ആർ ക്യാപിറ്റൽ ഡീറ്റെയിൽസ് ആർ മെൻഷൻ ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ ക്ലോസ്. therefore the proposed investor can assess the purpose for which their money is going to be invested by looking into the memorandum of association. And anyone dealing with the company may know the object of the company are and whether the dealings with the company is within the objective or not. അതായത് മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഔട്ട്സൈഡേഴ്സിന് ക്രെഡിറ്റേഴ്സ് അല്ലെ അതർ പാർട്ടീസ് ഔട്ട്സൈഡ് പാർട്ടീസ് എന്ത് ചെയ്യാം കമ്പനിയുടെ ഒബ്ജക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പനിയുടെ ഒബ്ജക്റ്റ് പ്രകാരമാണ് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നുള്ളത് ദെൻ മെമ്മോറാണ്ടം അസോസിയേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. വാട്ട് ഈസ് മെമ്മോറാണ്ടം അസോസിയേഷൻ ആൻഡ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ദി മെമ്മോറാണ്ടം. ഇനി വാട്ട് ആർ ദി ക്ലോസസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓർ കണ്ടൻസ് ഓഫ് ദി മെമ്മോറാണ്ടം. സാധാരണ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ രീതി വരുന്നതാണ് ക്ലോസസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, നമുക്ക് ദർ ആർ 6 clauses or contents in memorandum of association as per section 4 of the Companies Act 2013. Section 4 of the Companies Act 2013 deals with the memorandum of association. The memorandum of association contains the 6 clauses. First one, name clause, then listed office clause, then object clause, then liability clause, capital clause, and finally association clause or subscription clause. Okay, first is നമുക്ക് നോക്കാം name clause. Okay, that are related with the name of the company. Listed name of the കമ്പനിയാണ്. ദ ഫസ്റ്റ് ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം ഷാൽ സ്റ്റേറ്റ് ദി നെയിം ഓഫ് ദി പ്രൊപ്പോസ്ഡ് കമ്പനി. ദ കമ്പനി ബീയിങ് എ ലീഗൽ എൻറ്റിറ്റി മസ്റ്റ് ഹാവ് എ നെയിം ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി യൂസ് ദ ലാസ്റ്റ് വേർഡ് ലിമിറ്റഡ് അലോങ് വിത്ത് ഇറ്റ്സ് നെയിം ആൻഡ് എ പ്രൈവറ്റ് കമ്പനി യൂസസ് ദി ലാസ്റ്റ് വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അലോങ് വിത്ത് ഇറ്റ്സ് നെയിം. The name stated in the memorandum shall not be identical with or resemble too nearly to the name of an existing company. Okay, a company shall not be registered with the name which contains any word or expression which is likely to be given the impression that the company is in any way connected with the central government, state government or any other local authority. Okay, memorandum of association first clause ആണ് name clause and it is the first that means the first clause of the memorandum state the name of the company, name of the proposed company. That means as a legal entity it must have a name for its existence. As per the provisions of this act, the word limited shall be the last word with the name of public company. Public company കേസിൽ കമ്പനിയുടെ പേരിനൊപ്പം ലിമിറ്റഡ് എന്നുണ്ടാവും. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതായിരിക്കും ലാസ്റ്റ് കമ്പനിയുടെ വേർഡിൻ്റെ നെയിമിൻ്റെ ലാസ്റ്റ് വേർഡ്. ഓക്കെ, ഇനി ഒരു കമ്പനിയുടെ പേര് ഫിക്സ് ചെയ്യുന്നതാണ് നിലവിലുള്ളൊരു കമ്പനിയുടെ പേരിന് സമാനമായിട്ടുള്ളൊരു റിസംബിൾസ് ടു ദ നെയിം ഓഫ് ദി ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഈസ് നോട്ട് അലൗഡ്. ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേര് ഫിക്സ് ചെയ്യുമ്പോൾ അതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നുള്ളൊരു ദെൻ അതിന് റിസംബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഇംപ്രഷൻ
ഉണ്ടാകുന്ന രീതിയിലുള്ള നെയിം ഒരിക്കലും അനുവദിക്കില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നെയിമിന് ഈക്വൽ ആയിട്ടുള്ളൊരു നെയിം, അതിന് റിസംബിൾ ചെയ്തിട്ടുള്ളൊരു നെയിം ദെൻ അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് ക്ലോസ് ഈസ് നെയിം ക്ലോസ്, ദാറ്റ് സ്റ്റേറ്റ് ദി നെയിം ഓഫ് ദി കമ്പനി. അപ്പോൾ നെയിം ക്ലോസിൽ കമ്പനിയുടെ പേര് പറയും. ഇനി രണ്ടാമത്തെ ക്ലോസ് ആണിത്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് നമ്മൾ ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയാറുണ്ട്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? സിറ്റുവേഷൻ ക്ലോസോ ഡൊമിസൈൽ ക്ലോസ്. അതായത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് മെൻഷൻ ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. ദാറ്റ് മീൻസ് ദ പ്ലേസ് വെയർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. എവിടെയാണ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നത്. ദ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് അസർട്ടൈൻ ദി ഡൊമിസൈൽ ആൻഡ് നാഷണാലിറ്റി ഓഫ് എ കമ്പനി. അല്ലെ, ഇപ്പോൾ നമ്മൾ ഫോറിൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് നോക്കിയാൽ മതി. വെദർ ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി ഓർ ഫോറിൻ കമ്പനി, അല്ലെ, വെയർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. ദാറ്റ് മീൻസ് ദ ബേസ്ഡ് ഓൺ ദിസ് ദ രജിസ്റ്റേർഡ് ഓഫീസ് വി ക്യാൻ അസസ് ദി നാഷണാലിറ്റി ഓർ ദി ഡൊമിസൈൽ ഓഫ് ദി company. The registered office clause mentioned the Companies Act 2013 as രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷനാണ്. എ കമ്പനി ഷാൽ ഓൺ ആൻഡ് ഫ്രം ദി 15th days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് കേപ്പബിൾ ഓഫ് റിസീവിംഗ് ആൻഡ് അക്നോളജിങ് ഓൾ ദി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നോട്ടീസ് ആസ് മേ ബി അഡ്രസ്ഡ് ടു ഇറ്റ്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്ത് 15 ഡേയ്സിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിക്ക് ദെൻ ഉണ്ടാവണം. ഇനി എ കമ്പനി ഷാൽ ഫർണിഷ് ടു ദ രജിസ്ട്രാർ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ എന്ത് ചെയ്യണം? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് അതിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വെരിഫൈ ചെയ്ത് രജിസ്ട്രാർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലോസ് നെയിം ക്ലോസ്, അതിന് കമ്പനിയുടെ നെയിം പറയുന്നു. രണ്ടാമത്തെ ക്ലോസ് ഡൊമിസൈൽ ക്ലോസ്, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയും. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്? ദ പ്ലേസ് വെയർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ് ഈസ് മെൻഷൻഡ് ഇൻ ദി രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. ഇനി മൂന്നാമത്തേത് ഒബ്ജക്റ്റ് ക്ലോസ്. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്. കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. ദിസ് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി, ദാറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ദ ആക്ടിവിറ്റീസ് വിച്ച് ദ കമ്പനി ക്യാൻ carry on. Okay, a company can take up only those activities which are mentioned in the memorandum, beyond which it cannot go. Any act done by the company beyond the powers given beyond the powers given in the object clause will be ultra vires. Okay, അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. ഈ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് മാത്രമേ കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ അതർ ഫങ്ഷൻസ് നോട്ട് പെർമിറ്റഡ് ആണ്. ഇനി ഏതെങ്കിലും ആക്ട് കമ്പനി അതിൻ്റെ ഒബ്ജക്റ്റിന് പറഞ്ഞിരിക്കുന്നത് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? അൾട്രാ വയസ് എന്ന് പറയും. അത് കമ്പനിക്ക് അലൗബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എനേബിൾസ് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ടു നോ ദി യൂസസ് ടു വിച്ച് ദയർ മണി ഈസ് ടു ബി ഇൻവെസ്റ്റഡ്. അല്ലെ, ഒബ്ജക്റ്റ് ക്ലോസ് നോക്കിയാൽ മനസ്സിലാവും അല്ലേ ഏത് പർപ്പസിന് വേണ്ടിയാണ് നമ്മുടെ പണം യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ടു എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് പേഴ്സൺസ് ഡീലിംഗ് വിത്ത് ദ കമ്പനി ടു നോ വാട്ട് ദ കമ്പനി ഈസ് പെർമിറ്റഡ് ടു ഡു ലോഫുള്ളി. അല്ലേ, അപ്പോൾ എന്ത് ചെയ്യാം? ഔട്ട്സൈഡേഴ്സിനായ ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ മറ്റ് സപ്ലൈസിനൊക്കെ എന്ത് ചെയ്യാം? കമ്പനി ഏത് പർപ്പസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നുള്ളത് ഒബ്ജക്റ്റ് ക്ലോസ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ലാബിലിറ്റി ക്ലോസ്. അല്ലെ, കമ്പനിയുടെ ലാബിലിറ്റി, ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി ലാബിലിറ്റി ഈസ് മെൻഷൻഡ് ഇൻ ദി ലാബിലിറ്റി ക്ലോസ്. കമ്പനിയുടെ ലാബിലിറ്റി ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് ലാബിലിറ്റി ക്ലോസിൽ പറയുന്നത്. ഓക്കെ, ഇനി ലാബിലിറ്റി ഇൻ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, ദ ലാബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. അല്ലേ, ലാബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ ലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ട്, അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ട്. ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി ആകുമ്പോൾ എന്ത് ചെയ്യുക? ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർ ആകുമ്പോൾ ദ ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി മെമ്പേഴ്സ്. ആൻഡ് ഇൻ കേസ് ഓഫ് ദി limited by guarantee, then their liability is limited to the members' liability is limited to the extent of the
amount they are undertaken to contribute towards the asset of the company in the case of the winding up of the company അല്ലേ. അതായത് ഗ്യാരണ്ടി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകുമ്പോൾ എത്രയാണ് അവർ എമൗണ്ട് ഒരു മെമ്പർ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിന് ഈക്വലായിട്ടായിരിക്കും അവരുടെ ലാബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി ലാബിലിറ്റി ക്ലോസ്. ആൻഡ് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ക്ലോസ്. അപ്പോൾ ക്യാപിറ്റൽ ക്ലോസിൽ ഡീറ്റെയിൽസ് ഓഫ് ദി ക്യാപിറ്റൽ, കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക ക്യാപിറ്റൽ ക്ലോസിൽ ഉണ്ടാവുക. അതായത് ദിസ് ക്ലോസസ് സ്റ്റേറ്റ് ദി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഡിവിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർസ് ഓഫ് ഫിക്സഡ് എമൗണ്ട്. അതായത് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇസ് കോൾഡ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ക്യാപിറ്റലാണെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതായത് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ബിയോണ്ട് വിച്ച് ദ കമ്പനി ഈസ് നോട്ട് അലൗഡ് ടു ഇഷ്യൂ അല്ലേ. അപ്പോൾ കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണെന്ന് പറയുന്നത് അതിന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക, ഈ ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ₹50 lakhs ഡിവൈഡഡ് ഇൻറ്റു 5 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. ആ രീതിയിലാണ് ക്യാപിറ്റൽ ക്ലോസിൽ പറയുക. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ 50 lakh rupees ആണ്. അതായത് എങ്ങനെയാണ് 5 lakh rupees, 10 രൂപയുടെ 5 ലക്ഷം ഷെയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ പറയുക ക്യാപിറ്റൽ ക്ലോസിൽ പറയുക. ദെൻ അപ്പോൾ മാക്സിമം കമ്പനിക്ക് ഇത്രയും ഷെയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വേണം എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യാം, പിന്നീട് ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ് നടത്താം. ഓക്കെ, ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി ക്യാപിറ്റൽ ക്ലോസ്. ആൻഡ് ഫൈനലി അസോസിയേഷൻ ക്ലോസ്, ആറാമത്തെ ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ ഈ അസോസിയേഷൻ ക്ലോസിൽ എന്താ പറയുന്നത്, ദ ഡീറ്റെയിൽസ് ഓഫ് ദി പേഴ്സൺസ് ഹു സബ്സ്ക്രൈബ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് എ പ്രൈവറ്റ് കമ്പനി മിനിമം 2 persons ആർ റിക്വയർഡ് ആൻഡ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി 7 members ആർ റിക്വയർഡ്. ആൻഡ് ദെർഫോർ ദ മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി ഷുഡ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 persons ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ആൻഡ് the name and address and the number of shares to be subscribed by these persons are mentioned in the subscription clause. എന്ത് ചെയ്യുക, ഒരു പ്രൈവറ്റ് കമ്പനിയാണ് 2 മെമ്പേഴ്സും അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയാണ് മിനിമം 7 പേഴ്സൺ എന്ത് ചെയ്യണം, ഈ മെമ്മോറാണ്ടം അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പനി രജിസ്റ്റർ ചെയ്യുള്ളൂ. അതായത് അവർ ഷെയർ വാങ്ങിക്കൊള്ളാം എന്നൊരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ പറയും ഇത്ര ഷെയർ പർച്ചേസ് ചെയ്ത് കൊള്ളും, ഇത്ര രൂപയുടെ ഇത്ര ഷെയർ പർച്ചേസ് കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും ആണ് ഈ അസോസിയേഷൻ ക്ലോസിലുണ്ടാവുക. അറ്റ്ലീസ്റ്റ് 1 ഷെയർ ഷുഡ് ബി സബ്സ്ക്രൈബ്ഡ്, മിനിമം ഒരു ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ 7 പേരുണ്ടാവണം പബ്ലിക് കമ്പനിയിൽ, 2 persons ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആൻഡ് 1 person ഇൻ കേസ് ഓഫ് എ 1 person കമ്പനി. അപ്പോൾ അതിൽ പിന്നെ അസോസിയേഷൻ ക്ലോസിൽ ഇങ്ങനെയാണ് പറയുക, വി ദ several persons whose names and address are subscribed are desires to or being formed into the company in persons of this the memorandum association, and we respectively agreed to take the number of shares in the capital of the company set against our respective name. അപ്പോൾ നമ്മൾ ഇത്ര പേര് എന്ത് ചെയ്യുക, കമ്പനി ഫോം ചെയ്യുകയാണ്. ആ കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷനിൽ പേരും അഡ്രസ്സും നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പേരിന് നേരെ ചേർത്തിരിക്കുന്ന എത്ര ഷെയർ ആണോ അത്രയും ഷെയർ പർച്ചേസ് ചെയ്തുകൊള്ളാൻ നമ്മൾ വില്ലിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ അസോസിയേഷൻ ക്ലോസിൽ പറയുക. അപ്പോൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ആർ മെൻഷൻഡ് ഇൻ ദി അസോസിയേഷൻ ക്ലോസ്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടത്തിൻ്റെ നെയിമും അഡ്രസ്സും നമ്പർ ഓഫ് ഷെയർസും ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക, ഈ അസോസിയേഷൻ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ദീസ് ആർ ദി 6 clauses of the memorandum of 6 clauses of the memorandum of association. 4 ക്ലോസ് ആണുള്ളത്. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് നെയിം ക്ലോസ്. നെയിം ക്ലോസ് സ്പെസിഫൈ ദി നെയിം ഓഫ് ദി കമ്പനി. സെക്കൻഡ് വൺ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ദാറ്റ് ഇസ് സ്പെസിഫൈ the place where the registered office of the company is situated. For third one, object clause. Object clause mention the object of the company. And next one, liability clause. The nature and extent of the liability is mentioned in the liability clause.
Next one, capital clause. The details of the capital, authorized capital and division of the capital, and then share value is mentioned in the face value is mentioned in the capital clause. And finally, association clause. The details of the subscribers to the memorandum is mentioned in the association or subscription clause. Okay, these are the details regarding memorandum and clauses of the memorandum of association. Okay.